ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞായറാഴ്ചയല്ലേ? നിങ്ങൾക്കൊക്കെ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. എൻ്റെ വീടിനടുത്തുള്ള ഒരു സംഭവമാണ്. വീടിനടുത്തല്ല, വീട്ടിലുണ്ടായതാണ്. സോറി, ഇത് നമ്മൾ റംബൂട്ടാനാണ്. 3 വർഷമായി വാങ്ങിച്ചിട്ട്. പുള്ളിക്കാരൻ ഇപ്രാവശ്യം കായ്ച്ചു. ഒരുപാട് കായ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മരം നിറയെ കായ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലക്കി അടിച്ചു. ഇപ്രാവശ്യം റംബൂട്ടാൻ കടയിൽ നിന്ന് വാങ്ങിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് തുള്ളിച്ചാടി. ആ തുള്ളിച്ചാട്ടം ഒരാഴ്ച കൊണ്ട് നിന്നു. മൂപ്പരങ്ങ് ഫുള്ള് കൊഴിഞ്ഞു പോയി. ആകെ ഉണ്ടായത് 10 അടുത്തതായിട്ടൊരു സുന്ദര ചക്ക ഉണ്ടായിട്ടുണ്ട്. വിയറ്റ്നാം എർലി എന്നാണ് വിനോട്ടം പേര് പറഞ്ഞിട്ട് വാങ്ങിച്ചത്. 3 വർഷമായി ഈ ചേട്ടനും നമ്മളെടുത്ത് വന്നിട്ട്. പക്ഷേ ഈ പ്രാവശ്യം ഉണ്ടായിട്ട് എന്തൊക്കെയോ ഒരു ഷേപ്പോ എന്തൊക്കെയോ ഒരു അപാകത ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ ചേട്ടനും നമ്മൾ അന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ഈ ചേട്ടൻ കായ്ച്ചില്ല. എന്താണെന്ന് അറിയില്ല, ആയിട്ടില്ല ഈ പ്രാവശ്യം. 3 ഒരേപോലെ വാങ്ങിച്ചു, 2 ഒരേ സമയത്ത് കായ്ച്ചു. പക്ഷേ ഒരെണ്ണം എന്താണെന്നറിയില്ല, വന്നില്ല. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പ്രകൃതി ദൃശ്യങ്ങൾ. ആകാശം കണ്ടോ, നല്ല വ്യൂ ആണ്. ഇത് നമ്മളെ പപ്പായാണ് കേട്ടോ. ഇത് റെഡ് ലേഡിയാണ്. പക്ഷെ മധുരം അത്ര ഇല്ല. ഇതെൻ്റെ പച്ചമുളകാണ്. ഇപ്രാവശ്യം എനിക്ക് ഒരുപാട് പച്ചമുളക് കിട്ടി. കടയിൽ പോയിട്ടൊന്നും പച്ചമുളക് വാങ്ങേണ്ടിയിട്ടുണ്ടായിട്ടില്ല ഈ പ്രാവശ്യം. ഒരുപാട് കിട്ടി കേട്ടോ. എനിക്ക് ആവശ്യത്തിന് മാത്രം പച്ചമുളക് കിട്ടി. പിന്നെ ഇത് സാദാ പപ്പായ കേട്ടോ. പിന്നെ ഞായറാഴ്ചയല്ലേ, ഒരു വീട്ടുകൂടലെല്ലാം ഉണ്ട്. വിനുവാട്ടനടുത്തൊരു വീട്ടുകൂടലുണ്ട്. അപ്പോൾ അതിന് പോകാൻ നോക്കുവാന്ന് ഞാനും വിനുവാട്ടനും. കുട്ടികളെ കൂട്ടിയില്ല. ഇത് നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഒരു കുന്നിന് മുകളിലായിട്ടാണ് വീട് വരുന്നത്. നല്ല രസമാണ് കേട്ടോ. കുന്ന് കയറണം എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ ഈ ചക്കയില്ലേ, ഈ ചക്ക എന്താണ് ഇങ്ങനെ ആയതെന്ന് പറഞ്ഞു തരണേ. പിന്നെ ആ ചക്കേൻ്റെ പേര് എനിക്ക് തോന്നുന്നത് റെഡ് ലേഡി, വിയറ്റ്നാം ഏർലി എന്നാണ് വിനോട്ടം പറഞ്ഞത്. എനിക്കറിയില്ല എന്താണ് അതിൻ്റെ പേര് എന്നറിയില്ല. അതുപോലെ റംബൂട്ടാൻ ഫുള്ള് കായ്ച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോയി.